പ്രാർത്ഥനയുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ വിഷയങ്ങളോട് മധ്യസ്ഥന്റെ പ്രാർത്ഥന കർത്താവ് സഹായിച്ചു തുടങ്ങുന്ന ദാസൻ സമയം സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാം. നമ്മുടെ ദൈവം വലിയവനാണ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കൂടെയുണ്ട്. ദൈവവചനം ജീവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ജീവന്റെ വാക്യങ്ങൾ കാക്കുക ജീവന്റെ വാക്യങ്ങൾ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. രാജാതിരാജാവും കർത്താതി കർത്താവുമായ ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, 2025 വർഷം ജനുവരി മാസം 31 തീയതി വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ദാനം നൽകിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ വർഷത്തെ താവേ 1-ാം മാസം അത്ഭുതമായി ഞങ്ങൾ ഓരോ ദിവസവും വഴി നടത്തിയ അങ്ങനെ മഹാകൃപയോർത്ത് ദയോർത്ത് വിശ്വസ്തയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ ഇരയ, യഹോവ ശാലോമായി, യഹോവ നിശ്ചയൊക്കെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഓരോ സമയങ്ങളിലും വെളിപ്പെട്ടു വന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കരം പിടിച്ച് നടത്തിയ ഈ മരുഭൂമി യാത്രയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് ദൈവികമായ ആലോചന നൽകിയ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും കർത്തദാസന്മാരുടെ കുടുംബങ്ങളെയും അവരുടെ വേലയും ജോലിക്കാരുടെ ജോലി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം കർത്താവ് അനുഗ്രഹിച്ചതായി സ്തോത്രം. അനുഗ്രഹത്തിന് അധിപതിയായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽ ഞങ്ങളെ കൂട്ടിവന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. വന്ന ദൈവജനത്തിനായി സ്തോത്രം, കർത്തദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മീയമായ ഭൗതികമായ സാമ്പത്തികമായ ശാരീരമായ യേശു ക്രിസ്തു നാമത്തിൽ വീണ്ടും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതാവെ ആയുസ്സുമാർഗം നൽകിയ വരുന്ന നാളുകളായി കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി പൂർണ്ണമായി നിലനിൽപ്പാൻ നിങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് നേടിയെടുപ്പാനുള്ള കൃപ, ആത്മശക്തി, ആത്മധൈര്യം നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജോലിക്ക് പോയവർക്കായി സ്തോത്രം, വിദ്യാഭ്യാസത്തിൽ പോയ കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. ദൂരദേശങ്ങളിലുള്ളവർക്കായി സ്തോത്രം, ആയുധ സ്ഥാനത്ത് എല്ലാവരെയും കർത്താവ് വഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രത്യേകമായി സ്തോത്രം, ശലിയാനിക്കായി സ്തുതിക്കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവസഭയെ നയിപ്പാൻ അങ്ങയുടെ ആത്മനിയോഗത്തിൽ അങ്ങ് അയച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സമയം വരെ ദൈവിക ആലോചന ദൈവസഭയെ നയിപ്പാൻ അവരെ സഹായിക്കുന്ന എല്ലാ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ കൂടെ നിന്ന് അധ്വാനിപ്പാൻ പോരാടുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥനായ സ്തോത്രം, അനുഗ്രഹിച്ചനായ സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ കടന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്ന ഒരു പകലും കൂടി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മോട് കാണിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഞങ്ങളെയും ഈ പുതിയ വർഷം നിലനിർത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന ദൈവിക കൃപയാൽ കർത്താവ് പൊതിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ വർഷം ജനുവരി മാസം 26 തീയതിയാണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടൊരു കൂട്ടായ്മയ്ക്ക് വരുന്നത്. ഈ ദേശത്ത് തെക്കേമേല വന്ന് താമസമായിട്ട് ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ജനുവരി മാസം 25 തീയതി ആയിരുന്നു തെക്കേമേല വന്നത്. ഇവിടെ വരുവാനും കൂട്ടായ്മ ആചരിപ്പാനും കഴിഞ്ഞ ഒരു വർഷം കർത്താവ് ഞങ്ങളെയും കാത്ത കൃപകൾക്കായി സ്തുതിക്കുന്നു. ഓരോ മാസവും ഒരു തവണയെങ്കിലും വരാൻ കർത്താവ് സഹായത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷം ദൈവസഭയും കർത്തദാസന്മാരും ഞങ്ങളോട് കുടുംബമായി കാണിച്ച എല്ലാ ആദരവും സ്നേഹത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എല്ലാ രീതിയിലും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സാമ്പത്തിക സഹകരണങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന എല്ലാം കർത്താവ് തന്നെ നിങ്ങൾക്ക് പ്രതിഫലവും നൽകി നിങ്ങളെ ഈ ലോകത്തിലും അത് വരുവാൻ ലോകത്തിൽ വചനപ്രകാരം കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്ത വേഗത്തിൽ ഒരു വാക്യം വായിച്ചു എന്നുള്ള കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലൻ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുന്ന ഗലാത്യർ 6:9. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് ദൈവസഭയെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം
കൊയ്യും. പ്രൈസലോ, നാം തന്നെ കൊയ്യുന്നു. കർത്താവ് കൊയ്യുന്ന തരെയല്ല, അത് വേറെ വിഷയം. ഇവിടെ പറയാം നാം തന്നെ കൊയ്യും. പക്ഷെ മടുപ്പ് വരാതിരിക്കുവാൻ സ്തോത്രം, ഹല്ലേലൂയ, തളർന്നു പോകാതെ നിൽപ്പാനാണ് ഏറ്റവും വലിയ ആവശ്യം. യേശു താൻ തന്നെ പറഞ്ഞു, നിങ്ങൾ മടുത്ത് പോകരുത്, പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്ത് പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതേ, മടുപ്പിക്കുന്ന അനുഭവങ്ങൾ, തളർത്തുന്ന അനുഭവങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിൽ ശക്തിയോടെ ആഞ്ഞടിക്കുന്ന സംഭവങ്ങളാകുന്നു. യേശു താൻ തന്നെ ജീവിതത്തിൽ അനുഭവിച്ചു, ശിഷ്യന്മാർ അനുഭവിച്ചു, പഴയ നിയമ പ്രവാചകന്മാർ വിശുദ്ധന്മാർ എല്ലാവരും അനുഭവിച്ച ഒരു കാര്യമാണ് മുഷിപ്പിക്കുന്ന അനുഭവങ്ങൾ, മടുപ്പിക്കുന്ന അനുഭവങ്ങൾ. പക്ഷെ അവിടെ എല്ലാം ദൈവകൃപ പകർന്ന് തൻ്റെ ജനത്തെ ശക്തീകരിച്ച ദൈവത്തെയാണ് നാം ഇന്നും സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പൗലോസ് പറയാതെ, ഹല്ലേലൂയ, നാം അത് നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകും. ഇപ്പം നന്മ ചെയ്യുമ്പോൾ മടുത്തു പോകും. അത് നമ്മുടെ വിശേഷത മാത്രമല്ല, ലോകത്തിൽ ജനിക്കുന്ന ഏത് മനുഷ്യനും, ലോകക്കാരായാലും അവർക്ക് മടുപ്പ്. അവർ നല്ലവരാണ്, നല്ല പ്രവൃത്തി ചെയ്യുന്നവരാകുന്നു. പക്ഷെ അവർക്കും ഈ മടുപ്പ് വരാറുണ്ട്. പക്ഷെ ഉപരിയായി ദൈവസഭയോട്, ദൈവമക്കളോട് പറയാണ്, അത് നന്മ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു മടുപ്പ് വരാൻ പാടില്ല. കാരണം എന്താണ്? നന്മ ചെയ്തിട്ട് സ്തോത്രം പലപ്പോഴും നമുക്ക് തിന്മയാണ് ലഭിക്കുന്നത്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ലോകക്കാരും പറയുന്ന കാര്യമാണ്. അത് ഞാൻ നന്മയ്ക്കായി ചെയ്തു, എനിക്കത് തിന്മയായി ഭവിച്ചു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ദൈവമക്കൾക്ക് മാത്രമേ അതുമേ ജയം പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അത് പ്രാർത്ഥനയാലാകുന്നു. മാത്രമല്ല സ്തോത്രം, നമ്മളെ അതേ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി നാം ജീവിക്കുമ്പോൾ നമുക്ക് ഈ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ മാറിക്കിട്ടും. എന്നെ പലപ്പോഴും തളർത്തിയ ഒത്തിരി വിഷയങ്ങൾ ഒന്നാണ്, അല്ലെങ്കിൽ പല സഭകൾ പോകുന്നുണ്ട്, ഹല്ലേലൂയ പോകുന്നുണ്ട്. കൃപയാൽ ഇത് പലയിടത്തും പോയിട്ട് ഒന്നും ഒരു സഭയും തകർന്നില്ല. ചിലർ പറയാറുണ്ട്, അവൻ വന്നിട്ട് കാലേജ് ഔട്ടി സഭ പോയി, കൂട്ടായ്മ പോയി. കൃപയാൽ ഈ ഒരു വിഭാജിതം ആയിട്ട് 21 വർഷമായിട്ട് പലയിടത്തും പോയിട്ട് ഇതുവരെ ഒരു സഭയും തകർത്തില്ല. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്ക് മുമ്പേ പിൻപൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കുന്ന കാര്യമാണ്. കർത്താവ് തന്നെ അത് പറഞ്ഞ പോലെ യൂദാസിൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 12 പേരിൽ ഒരു യൂദാസ് ഉണ്ടെങ്കിൽ എണ്ണം കൂടുന്നതനുസരിച്ച് യൂദാന്മാരുടെ എണ്ണവും കൂടും. സ്തോത്രം. പിന്നെ നമ്മൾ അത് ആത്മാവിൽ പോരാടിയാണ് നിൽക്കേണ്ടത്. അപ്പോൾ പൗലോസ് പറഞ്ഞ് നന്മ ചെയ്യുമ്പോൾ പല ഇടങ്ങളിൽ പോകുമ്പോൾ സ്വീകരണങ്ങൾ വേറെ വേറെയാണ്. സ്തോത്രം. ധാരാളം നല്ലോണം സ്വീകരണം. ഇവിടെ വന്ന് ആലോചിക്കുകയാണ്, പ്രാർത്ഥിപ്പാനും ആദ്യത്തെ ദിവസം വന്നപ്പോൾ വെള്ളിയാഴ്ച പാസ്റ്റർ അതിനുവേണ്ടി അനുവാദം അത് എന്നെ ക്ഷണിച്ചു. സ്തോത്രം. പുതിയ ആൾ കണ്ടപ്പോഴത്തേക്ക് അല്പസമയം ഞാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. കാരണം പുതിയ ഇടമാണ്, എങ്ങനെ മനോഭാവമൊക്കെ അറിയില്ല. സ്തോത്രം. അത് ഇറങ്ങിപ്പോയി അവസാനം പിന്നെ പ്രാർത്ഥിപ്പാൻ അവസരം തന്നു. സ്തോത്രം. ഇറങ്ങിപ്പോയപ്പോൾ 2 അച്ചായന്മാർ അതേ പുതിയ പാസ്റ്റർ വന്നാണല്ലോ, ദേവദാസനാണല്ലോ, മാനിക്കാൻ വേണ്ടി രണ്ടുപേരും കൈ നീട്ടി, അതും വേണ്ടെന്ന് പറഞ്ഞു. പാസ്റ്റർ പിന്നെ അവസാനിച്ചു, ഇതൊന്നും മേടിക്കില്ല എന്ന് ചോദിച്ചു. അമ്മനെ അതുകൊണ്ടല്ല, സ്തോത്രം. അവസാനം പിന്നെ മേടിച്ചു. പ്രൈസ് കർത്താവ് അവരെ ധാരാളം അനുഗ്രഹിക്കട്ടെ, ദൈവദാസനെയും സഭയും അനുഗ്രഹിക്കട്ടെ. കാരണം ഓരോരുത്തരെയും മനോഭാവങ്ങൾ പലതും ആയതുകൊണ്ട് സ്തോത്രം. എനിക്കും ഞങ്ങളും പോകുന്നിടത്ത് നമുക്ക് ടെൻഷനാണ്. അത് ഞങ്ങൾ കാണുമ്പോൾ ആൾക്കാർക്ക് പുതിയ ആൾ ഏത് സ്വഭാവത്തിനാണ് എന്താ പറയാൻ പോകുന്നൊന്നും അറിയില്ലല്ലോ. എങ്കിലും സകലം നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ ആത്മാവിനായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു. അപ്പോൾ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ അത് മോശിക്കട്ടെ അല്ല, ദൈവം മടുത്തുപോയി. കാരണം ഇത് അതേ മുഷിപ്പിക്കുന്ന ജനമാകുന്നു, ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. ദൈവം പറയാണ്, ഞാൻ അതുകൊണ്ട് ഇവരെ നശിപ്പിക്കാൻ പോകുന്നു. സ്തോത്രം. ദൈവത്തോട് മോശം പറയാണ്, കർത്താവെ കരുണ കാണിക്കണമേ. കാരണം നീ പറഞ്ഞത് സ്തോത്രം, അതേ പിതാക്കന്മാരെ വിടുവിച്ച് പിതാക്കന്മാരെ അനുഗ്രഹിക്കുന്ന ദൈവം എവിടെയെന്ന് അത് ജാതികൾ ചോദിക്കും. അതുകൊണ്ട് എനിക്കായിട്ട് മോശയ്ക്കായിട്ട് ഒരു ജനം വേണ്ട, മോശയ്ക്കായിട്ട് ഒരു സഭ വേണ്ട, ഉള്ള സഭ തന്നെ അന്ത്യത്തോളം നിൽക്കണം. സ്തോത്രം. ദൈവത്തിന് മനസ്സറിഞ്ഞ് ദൈവത്തോട് ഹല്ലേലൂയ അപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. മോശയുടെ ജീവിതത്തിലോ പലതവണ മുഷിപ്പ് അത് വന്ന അനുഭവം ഉണ്ടായിരുന്നു. താൻ നന്മയ്ക്ക് ചെയ്തു, പക്ഷെ തിന്മയാണ് താൻ അനുഭവിച്ചത്. ആ തിന്മ നിമിത്തം അത് തനിക്ക് എവിടെ കനാൻ ദേശം കാണാൻ മാത്രം സാധിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് രാജാവിന് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒത്തിരി നന്മ ചെയ്ത മനുഷ്യന് ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ചത് അതേ താൻ പറയുന്ന ചത്ത നായ പോലെ എൻ്റെ രാജാവ് ശൗൽ രാജാവ് എൻ്റെ 13 വർഷം ഓടിച്ചു. ഞാനൊക്കെ പണ്ടേ ആ വഴി ഓടിപ്പോയാണ്. 13 വർഷം വിശ്വാസം വന്നിട്ട് അഭിഷേകം പ്രാപിച്ച് രാജാവ് ആകേണ്ടവൻ 13 വർഷം ഓടിയെന്ന്. നമ്മുടെ ഇന്നത്തെ തലമുറയോ ഇന്ന് അഭിഷേകം പ്രാപിച്ച നാളെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ അവരുടെ താല്പര്യം. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വർഷം അങ്ങനെ
അത് ആ വ്യാപാരം അന്ന് എവിടെ മകൻ ഈ ന്യൂ ജനറേഷൻ മാത്രമല്ല, ആ ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നു ഏത് അബ്ശാലോമിൽ. അതുകൊണ്ടല്ല അപ്പനെ അപ്പൻ ഇരിക്കുന്ന അടുത്ത് കസാലയിൽ ഇരിക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ച് അപ്പനെ കൊല്ലുവാൻ തക്കണം. അത്രയും പ്രശ്നം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ന്യൂ ജനറേഷൻ ഇല്ല സ്വതം. എങ്കിലും ആ വ്യാപാരം അന്നേ ഉണ്ട്. അത് പാരമ്പര്യമാണ്. അതാണ് പാരമ്പര്യം. സ്വതന്ത്രം മക്കളില്ലാത്ത അനുഭവം പാരമ്പര്യം ഉണ്ട്. അബ്രഹാമിന് ഇല്ലായിരുന്നു, ഇസാക്കിന് ഇല്ലായിരുന്നു, യാക്കോബിന് ഇല്ലായിരുന്നു. ഇവിടുത്തെ മാർത്തോമ്മക്കാരുടെ പാരമ്പര്യത്തിന് പ്രശ്നമല്ല, കത്തോലിക്കരുടെ പാരമ്പര്യ പ്രശ്നമല്ല. ഇത് പാരമ്പര്യമേ ഉണ്ട്. സ്വതന്ത്രം. പക്ഷെ അതുമേ തക്ക സമയത്ത് പ്രതിഫലം നൽകുന്ന, നമ്മെ കൊയ്യുവാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം മടുത്തു പോകാതെ അത് അന്ത്യത്തോളം നിന്നാൽ ഏത് സമയത്താണ് നമുക്കറിയില്ല. പക്ഷേ പ്രതിഫലം നൽകുന്ന, ആശ്വാസം നൽകുന്ന, വിടുവിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് അതിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം, അത് ഫിലിമോന്റെ ലേഖനത്തിൽ ഒരു വാക്യം കൂടി വായിച്ചിരിക്കാൻ ആഗ്രഹിക്കാം. ഫിലിമോൻ സ്വതം 9 പൗലോസ് പറഞ്ഞു, ഞാൻ വൃദ്ധനായിരിക്കുന്നു. ഒരു കാര്യം. രണ്ടാമത്, ഞാൻ ബദ്ധനായിരിക്കുന്നു. വായിക്കാമോ? ഫിലിമോൻ 9 വാക്യം. വയസ്സനും മതിയാണ്ടി സ്തോത്രം. താങ്ക് യു. അപ്പം ഞാൻ വൃദ്ധനാകുന്നു, വയസ്സനായി ഞാൻ ബദ്ധനാകുന്നു. പ്രായമുള്ള അച്ഛന്മാരെ അമ്മച്ചിമാരെ സ്തോത്രം. അതേ ഈ യൗവനത്തിൽ ഒത്തിരി ഓടുമാറാക്കി. പക്ഷേ ഇപ്പോൾ അതേ പ്രായമായി, അതായത് വാർദ്ധക്യ സഹജമായ രോഗങ്ങളായി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, അതാണ് അതേ പ്രാർത്ഥന. ഉപവാസം വേണ്ടുവാണ്. ഷുഗറും പ്രഷറുള്ളതുകൊണ്ട് ഉപവാസം പറ്റില്ലായിരിക്കും, പക്ഷേ പ്രാർത്ഥന ചെയ്യാൻ സാധിക്കും. അത് നല്ല തെളിവാണ്. പൗലോസ് പറയാണ്, അല്ലോ ഞാൻ വയസ്സനായി, ഞാൻ എവിടെ കിടക്കുന്നത്? ജയിലിലാണ് കിടക്കുന്നത്. എന്നിട്ടും അതേ തടവലായിരിക്കും. 10 വാക്യം. തടവലായിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച അതേ ഒനേസിമോസിന് വേണ്ടി ആകുന്നു ഞാൻ നിന്നോട് പറയുന്നത്. അപ്പൊ വാർദ്ധക്യം വന്നാലും ക്ഷീണം വന്നാലും ബലം കൽപ്പിക്കുന്ന, കൃപ നൽകുന്ന ഒരു കർത്താവ് ഇന്നുണ്ട്. അവൻ ബലപ്പെടുത്തി ശക്തി നൽകി നിങ്ങളെ കൊണ്ട് സുവിശേഷം പറയുവാനും പ്രാർത്ഥിപ്പാനും കർത്താവിന് ശക്തിയുണ്ട്. സ്വത്രം. ട്രാക്ട് പോയി അതേ കവലയിൽ പോയി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി ചെല്ലുവാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ 2 ട്രാക്ട് എല്ലാ ദിവസവും കൊടുക്കണം എന്ന് ദൈവാത്മാവ് ഇവിടെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു. ഞാൻ ഈ ആഴ്ച മുഴുവൻ ചെയ്തു അത്. സ്വത്രം. ചെയ്യാണ്ടല്ല ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഷിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മടുപ്പിക്കുന്ന അനുഭവം. ആൾക്കാർ ചോദിക്കുക, വേറെ പണിയില്ലേ? സ്വത്രം. ഇത് മാത്രം ചെയ്യാനുള്ളൂ, ഇത് ഞങ്ങൾക്ക് ലഭിച്ചു. ഞാൻ പറയാറുണ്ട്, അത് പഴയത് വേറെയല്ലേ, ഇത് പുതിയതാണ്. അവരിക്കുന്ന പഴയതല്ല, എല്ലാം ഈ യേശുവിനല്ലേ. ഞാൻ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നേരത്തെ കിട്ടിയത് വേറൊരാൾ എഴുതിയത്, ഇത് എഴുതിയത് വേറൊരാൾ. ഇതും കൂടി വായിച്ച് നോക്ക്. സ്വത്രം. മടുപ്പിക്കുന്ന അനുഭവം. എന്തിനാ ഉപവാസം? സഭയായി ഉപവസിച്ചു, സഭയായി പ്രാർത്ഥിച്ചു. അത് പലരും ചിന്തയാണല്ലോ, ഞങ്ങളൊക്കെ ഇത്ര വർഷങ്ങളായിട്ട് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജനം വിടുവിക്കപ്പെടുന്നില്ല. എന്നാൽ ഏലിയാനെ കുറിച്ച് പറയുന്ന പോലെ അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, അവൻ വീണ്ടും ട്രാക്ട് കൊടുത്തു. രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും സ്ഥാനപ്പെട്ടില്ലെങ്കിലും വന്നില്ലെങ്കിലും നമ്മളെ ഏൽപ്പിച്ച ദൗത്യമുണ്ട്. പ്രാർത്ഥന, ആത്മാന ആരാധന, അതേ സുവിശേഷീകരണം. സ്തോത്രം. അവർക്ക് പല ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഒരു പണിയില്ല, ഒരു പണിയും ഇല്ല. കഴിഞ്ഞ ദിവസം ദേവദാസൻ IPSലെ ആള് പേര് പറഞ്ഞ ഷമിൽ ദേവദാസനോ തോന്നുന്നു പറഞ്ഞത്. സ്തോത്രം. ഇതാണ് ഏറ്റവും വലിയ പണി. കാരണം എന്താണ്? ഇത് ദൈവത്തിന് പണിയാണ്. ഇന്ത്യൻ പ്രസിഡൻ്റായ ദൈവത്തിന് പണിയല്ല. ഇവിടുത്തെ സെക്രട്ടറി ആയാലും പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അല്ല, ഏറ്റവും വലിയ കാര്യമാണ് ഇന്ത്യൻ പ്രസിഡന്റ്. അതാ വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ആ സ്ഥാനം വന്നാലും ദൈവത്തോളം ഇല്ല. ദൈവം പറയുന്നു, എൻ്റെ വേലക്കാരൻ അല്ല, എൻ്റെ വിശ്വാസി എൻ്റെ കൂട്ടാണ്. അങ്ങനെയുള്ളവരെ എവിടെ ഇരുത്താൻ പോകുന്നു? താഴത്തെ സിംഹാസനമെല്ലാം ജയിക്കുന്നതിന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനം ഇരുത്തുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിത ക്ഷീണമുണ്ട്, ശാരീരികമായ ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്, എത്രയോ അടി ഇടി, കള്ളന്മാരുള്ള ആപത്ത്. സ്തോത്രം. കള്ളന്മാരുള്ള ആപത്ത്, ഒത്തിരി ആപത്ത് പറയും. പക്ഷേ ഞാൻ കർത്താവേ, 3-ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട മനുഷ്യനാണ്. ആ മനുഷ്യനെ പിടിക്കാനും കള്ളന്മാർ ഒന്നുമില്ല. ഒരു നയാ പൈസ ഇല്ലാത്ത, ഒന്നിനും കൊള്ളില്ലാത്തൊരു മനുഷ്യനെ പുള്ളിക്കും അദ്ദേഹത്തിനും വന്നു കള്ളന്മാർ. അപ്പം നമ്മുടെ ജീവിതത്തിലോ? സ്തോത്രം. നമുക്ക് ചിലപ്പോൾ പേടിയാണ് കള്ളന്മാരൊക്കെ. ആ പേര് കേൾക്കുമ്പോൾ പേടിയാണ്. കള്ളന്മാരെ വന്ന് പോട്ടെ. സ്തോത്രം. അവനും അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ വീട്ടിൽ എന്ത് കൊണ്ടുപോകും? സ്വർണ്ണം എന്തായാലും ഇല്ലല്ലോ. പിന്നെ പൈസ അവൻ കൊണ്ടുപോയി കുറച്ച് ദിവസം ജീവിക്കട്ടെ. സ്വതം. അത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം.
10 രൂപ ആരെയും അടിച്ചുകൊണ്ടേ വേറെ പാസ്റ്ററിനെ നമ്മൾ മുഷിപ്പിക്കുന്ന അതാണല്ലോ. പാസ്റ്റർമാർ വിസിറ്റിംഗ് വരുമ്പോൾ അതേ 500 രൂപ ചോദിച്ചു, ഒരു 1000 രൂപ ചോദിച്ചു, അതേ പ്രവചനം പറഞ്ഞു, പ്രവചനം ഒത്തില്ല, വേണ്ട കുഴപ്പമില്ല, കർത്താവിൻ്റെ നാമത്തിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മളെ വിളിച്ചത് ശപിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകുന്നുണ്ട്, നിങ്ങളും അനുഗ്രഹിപ്പേൻ. അത് കള്ളപ്രവാചകം വന്നാലും അത് നിങ്ങൾ അടിച്ചുകൊണ്ട് പോയാലും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അവനെ വിടല് ദൈവം കൈകാര്യം ചെയ്തു, നമുക്ക് അനുഗ്രഹമായി തീരും. സ്തോത്രം. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. അതുകൊണ്ട് അതേ തുടർന്നുള്ള മാസങ്ങൾ 15 മാസം, 1 മാസം പോയേ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അച്ഛൻ ഇന്നും പ്രാർത്ഥിച്ചു ഉണർവിന് വേണ്ടി. സ്തോത്രം. ഇനി ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, ഉണർന്ന് പോകുക, ഉള്ള ആരോഗ്യം കൊണ്ട് ഉണർന്ന് പോകാൻ നമുക്ക്. ആഴ്ചയിൽ വേറെ സഭയിൽ പേര് ഞാൻ പറയുന്നത്, വേറെ സഭയിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ആ സുവിശേഷ പ്രവർത്തനം മാസത്തിൽ 1 ആദ്യത്തെ തവണ പോയപ്പോൾ കേട്ടപ്പോൾ ഞാൻ ഞായറാഴ്ച പറഞ്ഞു, മാസത്തിൽ 1 കൊണ്ട് കാര്യമില്ല, ആഴ്ച നടത്തിയാൽ പോലും കാര്യമില്ല. കാരണം ഇവിടെ ഉള്ള സ്തോത്രം. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, PG വർഗീസും പോലെ ദേവദാസന്മാർ വന്നിട്ട് സങ്കടത്തോടെ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം, വന്ന് പലരും ഫോണിൽ കൂടി അവർ പ്രാർത്ഥിച്ച് സൗഖ്യമായി. പക്ഷെ സുവിശേഷം മുഴുവൻ പറഞ്ഞില്ല. ഇന്നും സ്നാനപ്പെടാത്ത ഹിന്ദുക്കൾ 30 വർഷമായി മകൻ സൗഖ്യം പ്രാപിച്ചു. സ്തോത്രം. ഫോണിൽ കൂടി പ്രാർത്ഥിച്ചു, ദിനകരൻ പ്രാർത്ഥിച്ചു, PG വർഗീസ് പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്നും അവർ അന്ധവിശ്വാസം കിടക്കുകയാണ്. രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല. എവിടെ പോകും ആത്മാവ്? ആ സൗഖ്യം കൊണ്ട് എന്ത് ഗുണം? കർത്താവ് ആഗ്രഹിക്കുന്ന സ്വതല്ലേ അങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട്. അതേ അനേക ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിച്ചു ഞങ്ങളോട് പറഞ്ഞു. മാർത്തമ്മക്കാർ വന്ന് പ്രാർത്ഥിച്ചു, അവരുടെ കൂട്ടായ്മയിൽ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ ഇന്നും പോയി അമ്പലത്തിൽ അർപ്പിക്കുക. അതാണ് നമ്മുടെ പോരാട്ടം. സ്തോത്രം. അവരെ വിടുവിപ്പാൻ അതിന് അത്ഭുതമൊന്നും വേണ്ട. ഇനി വചനത്തിന്റെ ശക്തിയാണ്. വചനം വലിയ ഉള്ളത്. അത് അറിയുന്ന പോലെ പറയാമാവേ, അത് അറിയുന്ന പോലെ പറയാച്ച പൂർണ്ണമായി പഠിച്ചിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. എന്നാൽ അറിവുള്ളത് ഞാൻ അനുഭവിക്കുന്നത് യേശു ക്രിസ്തു, അവൻ സത്യദൈവം, അവൻ ഏക രക്ഷകൻ മാത്രം പറഞ്ഞാൽ. സ്തോത്രം. ഹസ്തനാത്മ നമ്മൾ ഈ ദിവസങ്ങളെ സഹായിക്കും, ബലപ്പെടുത്താൻ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. സമയം ദേവദാസനോടും അതേ സഭയും നന്ദി അറിയിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥന കഴിഞ്ഞ 1 വർഷം അത്ഭുതമായി, അത് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതമായി കർത്താവ് വളരെ അത്ഭുതങ്ങൾ ചെയ്തു. സ്തോത്രം. വിവരിക്കാൻ സമയമില്ല, എങ്കിലും അത് ഏറ്റവും വലിയ കാര്യമാണ്. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകാതെ, പ്രൈസ് ദി ലോർഡ്, തളർന്നു പോകാഞ്ഞാൽ ഹല്ലേലൂയ സമയത്ത് തക്ക സമയത്ത് മഴ നൽകുന്ന ദൈവം, തക്ക സമയത്ത് വിടുവിക്കുന്ന ദൈവം, അത് തക്ക സമയത്ത് അത് നമുക്ക് വേണ്ടി വഴിയും വാതിലും തുറക്കുന്ന കർത്താവ്. ആ ശിഷ്യ മാറി അതേ പെയ്യിക്കാൻ അവന് ഇന്നും കഴിവുണ്ട്, ശക്തിയുണ്ട്. ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കർത്താവ് അതേ ശക്തിയോടെ ദൈവസഭയെ ഈ ദേശത്തെ വിടുവിപ്പാൻ അതേ സഹായിക്കാൻ പോകുന്ന നാളുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യാൻ മടുപ്പ് തോന്നുന്നു. നമ്മളെ മടുപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ വരാം. എന്നാൽ മടുത്തു പോകുമെന്നുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മെ ദൈവത്തോട് ചേർന്നിരുന്ന ദൈവം നമുക്ക് വില നൽകും. നമ്മെ നന്മ ചെയ്യുന്നതിൽ നിങ്ങളെ ദൈവം നമ്മെ മടുത്തു പോകരുത്. നമ്മെ കർത്താവിന് വേണ്ടി നമ്മെ നിൽക്കാനുള്ളവരാണ്. മടുത്തു പോകുന്ന മടുപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ആ സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മടുപ്പ് വരാൻ സാധ്യതയുള്ളപ്പോൾ ദൈവം താങ്ങാൻ ഓടി വരും. അത് ദൈവത്തിന് നീതിയാണ്. കാരണം അതിൽ ചെയ്യുന്നു കൈവിടത്തിൽ പത്രോസിന്റെ ജീവിതത്തിലൊക്കെ ആയിരുന്നു ദൈവം ഇങ്ങനെ താങ്ങി. യൂദ കർത്താവിനെ ഒറ്റുകൊടുക്കുമെന്ന് വന്നപ്പോൾ കർത്താവിനെ താങ്ങാനൊന്നും തീരുന്നില്ല. കാരണം അവൻ അന്ന് വരുത്തി ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണ്. കൂടെ നിന്നെങ്കിലും അവൻ ദൈവിക പ്രമാണപ്രകാരം താല്പര്യമില്ല. പത്രോസ് കൂടെ നിന്നു. കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിന്നപ്പോൾ അവൻ ക്ഷീണിച്ചു പോകുന്ന സാഹചര്യം വന്നപ്പോൾ ദൈവം അവനെ ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന നല്ല ക്ഷീണങ്ങൾ വരാം. പക്ഷെ നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ ആ ക്ഷീണത്തിൽ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. കേട്ട നല്ല വചനം വളരെ യാഥാർത്ഥ്യമാണ്. ഞാനങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ പോകാറുമ്പോൾ പലരും ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ നിങ്ങളുടെയൊക്കെ യോഗത്തിന് പോയി വന്ന് ഞങ്ങൾ സൗഖ്യമൊക്കെ ചെയ്യും. കൂടെ കേട്ടിട്ടുണ്ട്. ഒരുപാട് വീടുകളിൽ കൃഷി ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ ചെയ്യുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ മോൻ എവിടെ പോയത്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ സാക്ഷ്യമാണ്. ഇവരാരും എത്തിയിട്ടില്ല. ഈ പെന്തിക്കോസ് അനുഭവത്തിലേക്ക് എത്തിയിട്ടില്ല. സ്ഥാനപ്പെടുന്നൊന്നുമില്ല. സത്യം അറിയാവും. അത്ഭുതങ്ങൾ കണ്ടെങ്കിലും രക്ഷ എവിടെ നടന്നിരിക്കുന്നു.
ഉള്ളിലെത്തിയിട്ടില്ല. രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവവചനത്താൽ എന്ത് ചെയ്യണം? ഉള്ളിലെത്തിയണം. ക്രിയ നടക്കണം. ഒരുപാട് ഈ ഏരിയയിലൊക്കെ ഞങ്ങൾ എത്രയോ വീടുകൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ എന്ത് സംഭവിച്ചത്? സൗഖ്യം. സൗഖ്യം. നിങ്ങളുടെ പ്രാർത്ഥനയല്ല രക്ഷപ്പെടുത്തി. സ്തോത്രം. ഇത് പറയാത്തൊരാരുമില്ല. ആരുടെ പ്രാർത്ഥനയാണ്? ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പക്ഷെ ഇവരാരും എത്തിയിട്ടില്ല. ഈ അനുഭവത്തിലേക്ക് എത്തിയിട്ടില്ല. ആ ബന്ധനങ്ങളെ കുറിയണം. സ്വപ്നയുടെ കഥ പറഞ്ഞത് ബലവാൻ എന്ത് ചെയ്യണം? പിടിച്ചു കിട്ടണം. അപ്പൊ ആ ഇരുട്ടിന്റെ വ്യാപാരത്തെ ഒതുക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ അപ്പൊ അത്ഭുതങ്ങളല്ല ദൈവങ്ങളെ ആത്മാവിന്റെ ശക്തി ഹൃദയങ്ങളിൽ വെപ്പിച്ചിരിക്കുന്ന ഇരുട്ട് മാറിപ്പോയെങ്കിൽ സത്യത്തെ അവർക്ക് കാണാൻ കഴിയത്തുള്ളൂ. നമുക്ക് ദേശത്തിന് പ്രാർത്ഥിക്കാം. അവയെ നമ്മൾ മടുത്തു പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെ താങ്ങുന്ന ദൈവം നമ്മൾ കൂടെ എത്ര ദൈവം വിശ്വസിക്കണം. കർത്താവിന് വേണ്ടി വളരെ നിന്നൊരു വ്യക്തി. പക്ഷെ ചങ്ങട തീരത്ത് താൻ ക്ഷീണിതനായി, താൻ നിലവിളിച്ചു പോയി. ദൈവം നീ എന്നോടതിന നിലവിളിക്കുന്നത്. ഈ മിസ്രൈമിൽ വെച്ച് മോശം നിലവിളിച്ചൊന്നുമില്ല കേട്ടോ. എത്ര 10 ബാധകൾ എന്ത് ചെയ്യുന്നു വന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ കൈപോക്ക് ഇരിക്ക്, വെള്ളത്തിനടുത്തോട്ട് പോകും. ഫറവോന്റെ മുമ്പിലൊക്കെ എന്ത് ചെയ്യാം? ഫറവോന്റെ മുമ്പിലൊക്കെ ചെന്ന് മോശം സംസാരിക്കുന്നത് പറയുന്ന ഏലിയാവ് ഒരു പറയുന്നതാണ്. ഏലിയാവ് ആഗാവിന്റെ കൊട്ടാരത്തിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്നിട്ട് പറയാ ആമേ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, നീ ജനത്തെ എന്ത് ചെയ്യണം? വിട്ടയക്കണം, അല്ലെങ്കിൽ ഞാൻ ദേശത്തെ മിസ്രയീമിലെത്തി. ഫറവോന്റെ കൊട്ടാരത്തിൽ കയറി പറയാ. ഏലിയാവ് ആഗാവിന്റെ കൊട്ടാരത്തിൽ കയറി പറയുന്നോണോ പറഞ്ഞ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ കയറി പറഞ്ഞു. എന്നാൽ ആ മനുഷ്യൻ, ആ നല്ല ദൈവദാസൻ, അവൻ അധികാരത്തോടെ പറഞ്ഞ വ്യക്തി ചങ്ങട തീരത്ത് വന്നപ്പോൾ വളരെ ക്ഷീണിതനാണ്. കാരണം ചങ്ങട തീരത്തേക്ക് എന്ത് ചെയ്യുന്നു? അമ്മയെ കൊണ്ടുവന്ന് അമ്മയെ ആയപ്പോൾ ഈ പുറയിൽ ഒരു കൂട്ടം ജനങ്ങൾ എത്തി. പിന്നെ ഇസ്രായേലിലേക്ക് എത്തിയ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പ്ലാൻ ഒരുക്കുന്നു. ഇവിടെ വന്നു നിൽക്കുന്ന വഴി ഇനി മുൻപോട്ട് പോകാൻ തീയതിയില്ല. മോശ അവിടെ ഒത്തിരി ദൈവത്തോട് നിലവിളിക്കും. മോശ വിശ്വാസത്തോടൊക്കെ പറഞ്ഞു, ഇന്ന് കണ്ട ഇസ്രായേലിനെ നിങ്ങൾ ചെയ്യുന്നു, വേലാരും കാണത്തില്ല. ഇത് കുറെ നേരം കൊണ്ട് പറഞ്ഞിരിക്കാം. ഇവിടെ സംഭവം ഒന്നും തരുന്നില്ല. അനേകം ആവശ്യം പറഞ്ഞു മോശ, ഇന്ന് കണ്ട ഇസ്രായേലിനെ നിങ്ങൾ വേലാരും കാണത്തില്ല, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം വഴിയൊക്കെ ചെയ്യും. പക്ഷെ പറയുന്ന എല്ലാവരും ഒന്നും